45-ാമത്തെ ശ്ലോകം വരെയാണ് നമ്മൾ സാഖ്യയോഗം. യോഗക്ഷേമം, ഇത് ഈ ഒരു പദമാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച മനസ്സിലാക്കാൻ ശ്രമിച്ചത്. യോഗക്ഷേമം, കിട്ടാനുള്ളത്, ആഗ്രഹിച്ചത് കിട്ടുക, കിട്ടിയതിനെ നിലനിർത്തുക. അങ്ങനെയുണ്ട്. നമുക്ക് ഭഗവാൻ പലതും തന്നു കഴിഞ്ഞാൽ അതിനെ നിലനിർത്താനും കൂടി പറ്റണം. ചിലപ്പോൾ ആഗ്രഹിച്ച പലർക്കും ഒരുപാട് കാശൊക്കെ ആഗ്രഹിച്ചു, അതൊക്കെ വന്നു കഴിഞ്ഞാൽ അതെല്ലാം വേണ്ട വിധത്തിൽ ദൂർത്തടിച്ച് ചിലവാക്കുന്നത് കാണാം. അല്ലെങ്കിൽ കയ്യിൽ വന്നു ചേർന്ന സൗഭാഗ്യങ്ങൾ കയ്യിൽ നിന്ന് പോയത് കാണാം. അപ്പോൾ കിട്ടിയതിന് നിലനിർത്തണമെങ്കിലും ഭഗവാന്റെ കൃപ വേണം. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, എന്നെ ആശ്രയിക്കുന്ന ഒരാളാണെങ്കിൽ ഇതെല്ലാം ഞാൻ നേടിയെടുക്കും, തന്നുകൊണ്ടിരിക്കും എന്ന് പറഞ്ഞു. പിന്നെ എന്ത് വേണം? ത്രൈഗുണ്യ വിഷയാ വേദ നിസ്ത്രൈഗുണ്യോ ഭവാർജുന, അതൊന്ന് അണ്ടർലൈൻ ചെയ്തു വെക്കാൻ പറഞ്ഞിരുന്നു. ജീവിതാനുഭവങ്ങളെല്ലാം ത്രിഗുണങ്ങൾക്ക് അധീനമായിട്ടിരിക്കുന്നതാണ്, ത്രിഗുണങ്ങളാണെന്ന് മനസ്സിലാക്കണം. അപ്പോൾ ത്രിഗുണങ്ങൾ എന്താണെന്നുള്ളത് ഇനി മുന്നോട്ട് വിസ്തരിച്ച് പറയും. ഇതൊക്കെ ഞാൻ പറഞ്ഞല്ലോ, 2-ാം അധ്യായം ഭഗവത്ഗീത എല്ലാം കൂടി ചേർന്ന് ഒരു ക്യാപ്സ്യൂളായിട്ട് ഇങ്ങോട്ട് തരുന്നതാണ്. അതിനകത്ത് എല്ലാം ഉണ്ട്. അപ്പോൾ ഒരു പ്രാവശ്യം നമുക്ക് ഭഗവത്ഗീത മുഴുവൻ എല്ലാ ശ്ലോകം പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ 2-ാം അധ്യായം വായിക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഇപ്പം മനസ്സിലായതല്ല അപ്പം മനസ്സിലാവുക, കുറച്ചും കൂടി ആഴത്തിൽ കാര്യങ്ങൾ മനസ്സിലാവും. പിന്നെ വീണ്ടും വായിക്കുമ്പോൾ കുറച്ചും കൂടി മനസ്സിലാവും. ഇങ്ങനെ ഭഗവത്ഗീത ഓരോ സ്റ്റെപ്പായിട്ട് മുന്നോട്ട് കൊണ്ടുപോകും. ഓക്കെ. അപ്പോൾ അവർ പറയുന്ന പോലെ എനിക്ക് പറ്റണില്ലല്ലോ, ഇവർ പറയുന്നതല്ലല്ലോ ഞാൻ മനസ്സിലാക്കി, അതിൻ്റെ ഒന്നും പ്രശ്നമില്ല. ഇതെല്ലാവരും ഓരോ തലത്തിലാണ്, ആ തലത്തിൽ നിന്ന് ഇങ്ങനെ കയറി ഇങ്ങനെ പോകണം. അങ്ങനെയാണ്. ഓക്കെ. അപ്പോൾ ഈ ത്രൈഗുണ്യ വിഷയ വേദ നിസ്ത്രൈഗുണ്യോ ഭവാർജുന, ഇതാണ് ഭഗവാന്റെ ഉപദേശം. ത്രിഗുണാതീതമായ അവസ്ഥയിലേക്ക്, ഗുണങ്ങൾക്കും അപ്പുറമായിട്ടുള്ള അവസ്ഥയിലേക്ക് ഉയരൂ, മായയ്ക്കപ്പുറം പോകും. ത്രിഗുണങ്ങൾ ചേരുന്നതിന് മായ എന്ന് പറയുന്നത്, മായാതീതനായിട്ട് മാറൂ എന്ന് പറഞ്ഞു. ഇനി ബ്രഹ്മജ്ഞാനിയായ ബ്രാഹ്മണനെ കുറിച്ചാണ് ഭഗവാൻ പറയുന്നത്. 46-ാമത്തെ ശ്ലോകം നോക്കാം. യാവാനർത്ഥൗദപാനേ സർവദ സംപ്ലുതോദകേ താവാൻ സർവേഷു വേദേഷു ബ്രാഹ്മണസ്യ വിജാനതഃ. എല്ലായിടവും വെള്ളം നിറഞ്ഞിരിക്കുമ്പോൾ കിണറുകൊണ്ട് എത്രമാത്രം പ്രയോജനമുണ്ടോ അത്രയ്ക്ക് പ്രയോജനം മാത്രമേ ജ്ഞാനിയായ ബ്രാഹ്മണന് എല്ലാ വേദങ്ങളെ കൊണ്ടും ഉണ്ടാകുകയുള്ളൂ. വേദതത്വങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ, വേദതത്വങ്ങൾ ഇപ്പോൾ പറഞ്ഞു, ത്രിഗുണങ്ങളെക്കുറിച്ചും ത്രിഗുണാതീതമായ അവസ്ഥയെക്കുറിച്ചും ഓങ്കാരത്തിനെ കുറിച്ച് പറയുന്നതാണ്. വേദത്തിൻ്റെ സാരം ഓങ്കാരമാണ്. ഇതെന്താണെന്ന് ശരിക്ക് അറിയുന്ന ജ്ഞാനിക്ക്, ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ ബ്രഹ്മജ്ഞാനി എന്നാണ് അർത്ഥം. അപ്പം ആ ജാതിയും വർണ്ണവും കൂടി വ്യത്യാസമുണ്ട്. അത് നമ്മൾ ഇനി ചാതുർവർണ്ണം എന്നുള്ള ശ്ലോകത്തിൽ വിസ്തരിച്ച് പഠിക്കും. ബ്രാഹ്മണ വർണ്ണവും ബ്രാഹ്മണ ജാതിയും കൂടി. ജാതി മനുഷ്യന്മാരുണ്ടാക്കിയാണ്, വർണ്ണം സൃഷ്ടിയിലുള്ളതാണ്. അപ്പം അങ്ങനെ അതിനെക്കുറിച്ച് അറിയുന്ന ബ്രഹ്മജ്ഞാനികളെ, ബ്രാഹ്മണന്മാർ, അവർക്ക് ഈ വക അറിവുകളൊക്കെ വെള്ളം നിറഞ്ഞിരിക്കുമ്പോൾ കിണറെത്ര പ്രയോജനപ്പെടുന്നു അതുപോലെ എന്ന് പറഞ്ഞാൽ അവർക്ക് എല്ലായിടത്തും വെള്ളം തന്നെയാണ്. നമുക്കൊക്കെ ആണെങ്കിൽ കിണറിൻ്റെ അടുത്തേക്ക് പോകണം. അവർക്ക് കാണുന്നതൊക്കെ ദൈവമാണ്. അത് കാരണം അവർക്ക് ഇതൊന്നും ബാധകമല്ല. നമ്മളെപ്പോലുള്ളവർക്കാണ് ഇതൊക്കെ പഠിച്ചിട്ട് ഈ തലത്തിലേക്ക് എത്തിച്ചേരേണ്ടത്. ഇതാണ് ഭഗവാൻ പറയുന്നത്. ഓക്കെ. ബ്രഹ്മജ്ഞാനിയായ ബ്രാഹ്മണൻ്റെ ഗുണം എന്തായിരിക്കും? അവരെ സംസാര ബന്ധം ബാധിക്കുന്നില്ല. നമ്മളൊക്കെ സംസാരം ബാധിച്ചവർ, നമ്മൾ സുഖം ദുഃഖം ഇതിൽ കിടന്ന്, ഈ കോൺക്രീറ്റ് മിക്സറിൽ കിടന്ന് തിരിയണ പോലെയാണ് ജീവിതം. സിമൻറ്റും കല്ലും വെള്ളം എല്ലാം കൂടി മാറി മറിഞ്ഞുകൊണ്ടുള്ളൊരു ജീവിതമാണ് നമ്മളേത്. അവരെന്ത് ചെയ്യണം? അവരെ മെഷീൻ ഓപ്പറേറ്റ് ചെയ്യുന്ന ആൾക്കാരെ പോലെയാണ്. അവരതിൻ്റെ ഉള്ളിൽ നോക്കിയിട്ട് ജീവിതാനുഭവങ്ങൾ അങ്ങനെ കാണുന്നു. അങ്ങനെ കാണണമെങ്കിൽ എന്ത് വേണം? ത്രിഗുണാതീതമായ അവസ്ഥയിലേക്ക് എത്തണം. അപ്പോഴേ പ്രകൃതിയുടെ ഈ കളികൾ, മായ, ലീല മനസ്സിലാവുള്ളൂ. അങ്ങനത്തെ ആൾക്കാർ, അവർക്കിതൊന്നും പഠിച്ച് അങ്ങനെ ആവേണ്ട സ്ഥിതിയില്ല. കാരണം അവർ ഓൾറെഡി എവിടെ എത്തണോ അവിടെ എത്തിച്ചേർന്നവരാണ്. അപ്പോൾ അവരെ മാതൃകയാക്കിയിട്ട് നമുക്ക് പോകാം. അവർ പറയുന്ന ഉപദേശങ്ങൾ കേൾക്കാം. അങ്ങനെ ബ്രഹ്മജ്ഞാനികളായിട്ടുള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ അവരെപ്പോഴും ഈ ഭൂമിയിലുണ്ട്.
ഈ പ്രകൃതിയുടെ ഒരു ഭാഗമാണ് അങ്ങനത്തെ അവതാരങ്ങൾ ഭൂമിയിൽ വരിക എന്നുള്ളത്. എപ്പോഴൊക്കെ അവതാരങ്ങളുടെ ആവശ്യം ഭൂമിയിൽ ഉണ്ടായിട്ടുണ്ടോ അപ്പോഴൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഭാഗവതം പറയുമ്പോഴും അറിയാം ഇനിയിപ്പോൾ ഒരു അവതാരം എല്ലാവരും കാത്തു നിൽക്കണം. പക്ഷേ ഡെയിലി ഓരോ അവതാരങ്ങൾ വരുന്നത് നമ്മൾ കാണാറില്ല. ഭാഗവതത്തിൽ തന്നെ അവതാരങ്ങൾ അനന്തമാണ്. എന്നാലും നമ്മൾ 10ാമത്തെ അവതാരത്തിന് കാത്തു നിൽക്കണവരാണ്. അതാണ് കഥ കേൾക്കുമ്പോഴും തത്വം മനസ്സിലാക്കുമ്പോഴുള്ള വ്യത്യാസം അതാണ്. ഇപ്പോഴും അവതാരങ്ങൾ വരും. ഈ അവതാരങ്ങളെ കുറിച്ചിട്ടൊരു പുസ്തകമുണ്ട്, അതിൻ്റെ ഓഥറുടെ പേര് ഞാൻ മറന്നുപോയി. ഗോഡ് ഈസ് നൗ ഹിയർ. ഒരാൾ എഴുതി വെച്ചു ഗോഡ് ഈസ് നോവെയർ എന്ന് എഴുതി വെച്ചു ആദ്യം ബോർഡിൽ. ഇയാൾ ആ നോവെയർ എന്നുള്ളത് സ്പ്ലിറ്റ് ചെയ്തു, ആ ഡബ്ല്യു എടുത്ത് ഇപ്പുറത്തേക്ക് വെച്ചു. ഗോഡ് ഈസ് നൗ ഹിയർ, ഇപ്പോൾ ഇവിടെയുണ്ട് ദൈവം. എന്നിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്തൊരു പുസ്തകമുണ്ട്. അപ്പോൾ അതിലെന്താ പറയുന്നത്, ഈ സൃഷ്ടി ഉണ്ടാകുമ്പോൾ നമുക്ക് എത്രത്തോളം കാലം ബാക്കിലേക്ക് മുന്നോട്ട് ചിന്തിക്കാൻ പറ്റുമോ അത്രത്തോളം. ഇപ്പം സയൻസ് പറയുന്ന പ്രകാരം എത്രയോ കോടിക്കണക്കിന് വർഷമൊക്കെ ആയി എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ മനുഷ്യൻ്റെ ബുദ്ധി എത്രത്തോളം പിന്നോട്ട് പോകുന്നുണ്ടോ അവിടുന്ന് ഇങ്ങോട്ട് ഈ ഭൂമിയിൽ വന്ന മാറ്റങ്ങളും മനുഷ്യകുലത്തിന് ചിന്തകളിൽ വന്ന മാറ്റം, ജീവിതത്തിൽ വന്ന മാറ്റം, ആ സമയത്തൊക്കെ ആരാണ് അതിന് നേതൃത്വം കൊടുത്തത് അല്ലെങ്കിൽ മാതൃകയായിട്ട് മാറിയത്, ഒരു ഗൈഡൻസ് കൊടുത്തത്, ഇതിനെക്കുറിച്ചൊരു സ്റ്റഡിയുണ്ട്. അപ്പോൾ അതിൽ തുടക്കം മുതലുള്ള ആൾക്കാരുണ്ട്. ശങ്കരാചാര്യരുണ്ട്, ബുദ്ധനുണ്ട്. അപ്പോൾ ഇതിൽ ലാസ്റ്റിൽ കൺക്ലൂഷൻ എത്തിയിരിക്കുന്നത്, ലാസ്റ്റിൽ എത്തി നിൽക്കുന്നത് ശ്രീരാമകൃഷ്ണ പരമഹംസർ വരെ ആ പുസ്തകം എഴുതിയിട്ടുണ്ട്. തുടക്കം മുതലുള്ള അറിയപ്പെടുന്ന അവതാരങ്ങൾ, ഈ ഭൂമിക്ക് മാതൃകയായിട്ട് ജീവിച്ചു പോയ മഹാത്മാക്കളെ കുറിച്ചുള്ള പുസ്തകമാണ്. അപ്പോൾ ഇതിൻ്റെ കൺക്ലൂഷൻ എന്താണെന്ന് പറഞ്ഞാൽ, എപ്പോഴൊക്കെ ഈ ഭൂമിക്ക് എന്തിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നുവോ അത് കാണിക്കാനായിട്ടൊരു മനുഷ്യജന്മം ഉണ്ടായിട്ടുണ്ട്, ആവശ്യങ്ങൾ കാണിക്കാൻ. അപ്പം നമ്മൾ വേദങ്ങളിൽ നിന്ന് അകന്നു പോയ സമയത്ത് വേദങ്ങളിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ആളുണ്ടായിരുന്നു. വേദങ്ങളിൽ പലപ്പോഴും അതിൻ്റെ തത്വങ്ങൾ വേണ്ട വിധം മനസ്സിലാക്കാതെ വേദവിരുദ്ധമായിട്ട് ജീവിക്കാൻ തുടങ്ങിയപ്പം അതിനെ മനസ്സിലാക്കാൻ ആളുണ്ട്. ചിലവർ അതിന് അടിമപ്പെട്ട് ജീവിച്ചു പോയവരെ അതിൽ നിന്ന് പുറത്ത് ചാടിച്ച് ജ്ഞാനത്തിലേക്ക് കൊണ്ടുവരാൻ ആൾ വന്നു. ജ്ഞാനത്തിൽ കുടുങ്ങിപ്പോയവർക്ക് ഭക്തി വിട്ടുപോയപ്പം ഭക്തിയിലേക്ക് കൊണ്ടുവരാൻ ആൾ വന്നു. ഇങ്ങനെ ഓരോന്ന് മതങ്ങളുടെ പേരിൽ കൺഫ്യൂഷൻ ഉണ്ടായപ്പോൾ എല്ലാ മതസാരവും ഒന്നാണ് പറയാൻ ശ്രീരാമകൃഷ്ണ പരമഹംസരുടെ തത്വം പറഞ്ഞുകൊണ്ട് അങ്ങനെ ഒരു പുസ്തകം, നല്ല പുസ്തകമാണ് വായിച്ചു കഴിഞ്ഞാൽ. അപ്പം നമ്മൾ അറിയണം ഭൂമിയിൽ ഓരോരുത്തരും എന്തിനു വന്നു. നമ്മൾ ചിന്തിക്കാനുള്ളത് എൻ്റെ കാലഘട്ടത്തിൽ എന്താണ് ഈ ഭൂമിക്ക് ആവശ്യമുള്ളത്. എപ്പോഴും ഉണ്ടല്ലോ ഭൂമിയിൽ പ്രശ്നങ്ങളുണ്ടല്ലോ. അപ്പോൾ ഈ പ്രശ്നങ്ങളുടെ മൂലകാരണം എന്താണ്, എന്തിനു വേണ്ടിയിട്ടാണ് മനുഷ്യൻ പടച്ചു കളിക്കുന്നത് അല്ലെങ്കിൽ ഈ ഭൂമിയെ നശിപ്പിക്കുന്നത്. അപ്പോൾ അവിടെ നമുക്ക് മനസ്സിലാവും അറിവിൻ്റെ പോരായ്മയുണ്ട്, അവനവനെക്കുറിച്ചുള്ള അറിവിൻ്റെ പോരായ്മയുണ്ട്. ഞങ്ങളെല്ലാം ഒന്നാണ് എന്ന അറിവ്, പ്രേമം അങ്ങനെ പറയാം. പ്രേമം എന്ന് പറഞ്ഞാൽ ഈ മരഞ്ചുറ്റി പ്രേമല്ല, ആ പ്രേമല്ല പറയുന്നത്. നമ്മളെല്ലാം ഒന്നാണ് എന്നുള്ള ബോധത്തിലെത്തുന്നതാണ് ശരിയായ പ്രേമം. ഭിന്നതകളില്ലാത്ത അവസ്ഥ, അതിൻ്റെ പോരായ്മയുണ്ട്. അതുണ്ടായിരുന്നെങ്കിൽ ഈ മതത്തിൻ്റെ പേരിലും ജാതിയുടെയും രാഷ്ട്രീയത്തിൻ്റെ പേരിലൊന്നും ആൾക്കാർ വെട്ടിക്കൊല്ലില്ലായിരുന്നു. അപ്പം അങ്ങനെ ഈശ്വരീയ കാരുണ്യം, ഈശ്വരീയ പ്രേമത്തിൻ്റെ അത് ജീവിച്ച് കാണിക്കാനുള്ള ആൾക്കാർ ഭൂമിയിൽ വരും ഈ സമയത്ത്. അങ്ങനത്തെ ആൾക്കാരുണ്ട്. അപ്പം നമ്മൾ അവരെ ആശ്രയിക്കണം ഓരോ കാലഘട്ടത്തിലും. അവരുടെ കാലഘട്ടം കഴിയുമ്പം ആ സമയത്ത് ഭൂമിയിൽ എന്തൊക്കെയാണോ വേണ്ടത് അത് കാണിച്ചു തരാൻ അവർ ജീവിച്ച് കാണിക്കും. പുസ്തകം വായിച്ച് പറയില്ല ചെയ്യും. അതെന്താണ് അവരുടെ ജീവിതം എന്താണെന്ന് മനസ്സിലാക്കണം, ഇത് വായിക്കണം. അതിനിപ്പോൾ 2-ാം അധ്യായം 55-ാമത്തെ ശ്ലോകം മുതൽ അവസാനം വരെ ഒരു ബ്രഹ്മജ്ഞാനി ഈ ഭൂമിയിൽ എങ്ങനെ ജീവിക്കും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് ബ്രഹ്മജ്ഞാനി ഇങ്ങനെ ജീവിക്കുന്നു പഠിക്കാനല്ല, നമ്മൾ ഓരോരുത്തരും അങ്ങനെ ആയിത്തീരാം. അതായിരിക്കണം ലക്ഷ്യം. അല്ലാതെ വെറുതെ പുസ്തകം വായിച്ചു ബൈഹാട്ട് പഠിച്ചു അതിൽ കാര്യമില്ല. ലക്ഷ്യം വേണം എപ്പോഴും. നമ്മൾ ജീവിതത്തിനൊരു ലക്ഷ്യം ഇല്ലെങ്കിൽ ജീവിതം കയ്യിൽ നിന്ന് പോകും. അത് ഏതെങ്കിലും വഴിക്കൊക്കെ ഇത് തന്നെ പറയുന്നുണ്ട്. കാറ്റത്ത് കൊടുങ്കാറ്റ് പെട്ട് പോയ തോണി പോലെ കാറ്റങ്ങോട്ടോ കൊണ്ടുപോകണം അങ്ങോട്ട് പോകും. അങ്ങനൊരു ഉപമ ഇതിൽ തന്നെ പറയുന്നുണ്ട്. നമ്മൾ ജീവിത വിജയം നേടിയ ഓരോരുത്തരെ കുറിച്ച് ആലോചിക്കുമ്പോഴും അറിയാം അവർക്കൊക്കെ ജീവിതത്തിൽ ഒരു ലക്ഷ്യമുണ്ട്. ഏതെങ്കിലും ഒരു പോയിന്റിൽ എൻ്റെ ജീവിതം ഇവിടെ എത്തിക്കാനുണ്ട്. അത് നമ്മളൊരു ഗോൾ സെറ്റിംഗ് ഉള്ളിൽ വേണം. എനിക്കിതാണ് വേണ്ടത്. ഇപ്പം നമ്മളിവിടെ ഗീതാ ക്ലാസ് അറ്റൻഡ് ചെയ്യണം എന്നൊരു ഗോൾ സെറ്റിംഗ് ഉണ്ടായിരുന്നു മനസ്സിൽ, ഒരു ലക്ഷ്യബോധം ഉണ്ടായിരുന്നു. അത് കാരണം നമ്മളിവിടെ വന്നിരുന്നേ. ഇതിൻ്റെ സ്ഥലത്ത് ഞാനിപ്പം ഒന്ന് മലയാളം പിക്ചർ റിലീസായിട്ടുണ്ട് SM5-ൽ. അതായിരുന്നു ലക്ഷ്യമെങ്കിലോ ഇപ്പോൾ അവിടെ ഇരിക്കുന്നുണ്ടാവും. അപ്പം ലക്ഷ്യം എന്താണോ ലൈഫ് അങ്ങോട്ടേ പോകുള്ളൂ. ഭഗവാൻ പറഞ്ഞു എവിടെയാണോ ശ്രദ്ധ അവിടേക്ക് ഞാൻ നിന്നെ നയിക്കും. ഭഗവത്ഗീത പറയും.
പലരുടെ കേസിലും ഉണ്ടാവുന്നത്, ഇപ്പോൾ പലരും ഇപ്പം ലോകത്തിന് മുഴുവൻ ബാധിച്ച അസുഖമാണ് ഡിപ്രഷനാണ്. ആരോട് ചോദിച്ചാലും ഉറക്കമില്ല, ഡിപ്രഷനാണ്, മരുന്ന് കഴിക്കുന്നുണ്ട്. ചിലപ്പോൾ മരുന്നിൽ കാര്യമൊന്നും ഉണ്ടാവില്ല. ഇവരെ സമാധാനിപ്പിക്കാൻ ഡോക്ടർ ഒരു ഗുളിക കൊടുത്തിട്ടുണ്ടാവും, അത്രയൊക്കെ ഉണ്ടാവുള്ളൂ. പക്ഷേ ഞാൻ ഗുളിക കഴിച്ചല്ലോ എന്നുള്ള സമാധാനം. ഈ ഡിപ്രഷൻ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ ഈ ലക്ഷ്യം കയ്യിൽ നിന്ന് വിട്ടുപോകുന്നുണ്ട്. എന്തെങ്കിലുമൊക്കെ നിരാശ, ലൈഫ് ഹോപ്പ്ലെസ് ആണ്, ഒരു പ്രതീക്ഷയില്ല. ഇങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ആ ഒരു സ്ഥിതിയിലേക്ക് പോകും. എപ്പോഴും എന്തെങ്കിലും ചെറുത് ഒരു ലക്ഷ്യം വേണം. ഒരു വലിയ ലക്ഷ്യം, അതിലേക്ക് എത്താനായിട്ട് ചെറിയ ചെറിയ ലക്ഷ്യങ്ങൾ. ഭഗവത്ഗീത പഠിച്ചു, എനിക്ക് ഈ ആത്മജ്ഞാനി എന്നൊരു തലത്തിലേക്ക് എത്തണം, തീരുമാനിക്കുക. അതൊന്നും എന്നെക്കൊണ്ട് പറ്റുന്നില്ല, അങ്ങനെയൊന്നും പറയേണ്ട ആവശ്യമില്ല. കാരണം ഭഗവത്ഗീത എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഭഗവാൻ പറഞ്ഞത്. അപ്പോൾ ഭഗവാൻ അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? എല്ലാവർക്കും അവിടെ എത്തിച്ചേരാം. നമ്മളെ പ്രയത്നം അനുസരിച്ചിരിക്കും. പ്രയത്നം എത്രയാണോ അത്രയാണ് കൃപ. 50-50ആണ്. നമ്മൾ 50 അങ്ങോട്ട് ഇട്ടാൽ 50 ഇങ്ങോട്ട് വരും. അങ്ങനെയാണ്. ഭഗവാന്റെ അടുത്ത് നിന്ന് അഡ്വാൻസ് കിട്ടില്ല, നമ്മൾ ചെയ്തതേ കിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ ആയൊരു ശ്രമമുണ്ട്. ആ ലക്ഷ്യത്തിലേക്ക് എത്തണമെങ്കിൽ എന്ത് വേണം? ഒരു ദിവസം കൊണ്ട് നമ്മൾ എത്തില്ലല്ലോ. അപ്പോൾ ഒരു 1000 മൈൽ അപ്പുറമുള്ള സ്ഥലത്തേക്ക് എത്തണമെങ്കിൽ ആദ്യത്തെ സ്റ്റെപ്പ് വെക്കണം, രണ്ടാമത്തെ സ്റ്റെപ്പ്, ഇങ്ങനെ മൈൽ ബൈ മൈൽ വേണം മുന്നോട്ട് പോകാൻ, ഓരോ മൈലായിട്ടില്ല, അങ്ങനെയല്ലേ? അതുപോലെ ഈ ലക്ഷ്യത്തിലേക്ക് എത്തണമെങ്കിൽ പടിപടിയായിട്ട് എന്ത് വേണമെങ്കിൽ, ഒരു എഴുത്തുകാരിയാവണോ, എഴുതാൻ തുടങ്ങണം. ഞാനൊരു സുപ്രഭാതത്തിൽ ഇങ്ങനെ കൂൻ മുളയ്ക്കണ പോലെ എഴുത്തുകാരിയാവില്ല. വലിയ പാട്ട് പാടെങ്കിൽ കുറേശ്ശായിട്ട് പഠിക്കണം, ആ ലക്ഷ്യത്തിലേക്ക് എത്തണമെങ്കിൽ. അതുപോലെയാണ് ലൈഫിൽ, ഈ ലൈഫ് എവിടെ എത്തിച്ചേരണം, നമ്മൾ മനസ്സിൽ സങ്കല്പപ്പെടുക. എൻ്റെ 95-ാമത്തെ വയസ്സിൽ, 100-ാമത്തെ വയസ്സിൽ ഞാൻ ജ്ഞാനപീഠം നേടും. വെറുതെ ആഗ്രഹിക്കാറ്, അതിന് GST ഒന്നും കൊടുക്കണ്ട. ഒരു ലക്ഷ്യം ഇട്ട് വെക്കണം അവിടെ. ഒരു സുപ്രഭാതത്തിൽ ജ്ഞാനപീഠം വരുമോ? വരില്ല. ആ തലത്തിലേക്ക് നമ്മൾ എത്തണമെങ്കിൽ ഓരോ ദിവസവും അങ്ങോട്ട് എത്താനുള്ള ഒരു കഥ വായിച്ചു നോക്കണം, ഒരു കവിത വായിച്ചു നോക്കണം, ഒന്ന് എഴുതി നോക്കണം, ശരിയോ തെറ്റോ എഴുതി നോക്കണം. മനസ്സിലാവുണ്ടല്ലോ? ചെറിയ സ്റ്റെപ്പ്, ഓരോ ദിവസം മൈന്യൂട്ടായിട്ടുള്ള ഓരോ സ്റ്റെപ്പ് ആ ലക്ഷ്യത്തിലേക്ക്. രാത്രി ഉറങ്ങാൻ നേരത്ത് ഇരുന്നൊന്ന് ആലോചിക്കണം, എൻ്റെ ഇന്നത്തെ ദിവസം എന്നെ എൻ്റെ ലക്ഷ്യത്തിലേക്ക് നയിക്കുന്നുണ്ടോ? രാത്രി ഉറങ്ങുമ്പം അത് നയിക്കുന്നുണ്ടെങ്കിൽ ആ സമാധാനത്തിൽ ദൈവത്തിനോട് നന്ദി പറഞ്ഞ് കിടന്നുറങ്ങാം. ഇന്നത്തെ ദിവസം ധന്യമായി, ദൈവത്തിനോട് താങ്ക്സ് പറയാൻ കിടന്നുറങ്ങാം സുഖമായിട്ട്. അപ്പോഴേ ഉറക്കം വരുള്ളൂ. ചെയ്യേണ്ടത് ചെയ്യാതെ ഇരുന്ന് കഴിഞ്ഞാൽ രാത്രി ഉറക്കം വരില്ല, നമ്മൾ തിരിഞ്ഞു മറിഞ്ഞ് കിടക്കും. അത് ചെയ്യാണ്ടായിരുന്നല്ലോ, ഇത് ചെയ്യാണ്ടായിരുന്നല്ലോ. അല്ല, ചിലർ ചോദിക്കും എന്താ രാത്രി ഉറക്കം വരുന്നില്ല? അപ്പോഴാണ് അയാളോട് ഇത് പറയാണ്ടായി, മറന്നുപോയി. രാത്രി 2 മണി എങ്ങനെ പറയും? പിന്നെ എഴുതി വെക്കും, രാവിലെ എണീറ്റ വഴിക്ക് ഇത് പറയാണ്ട് കേട്ടോ, എന്നിട്ട് ഫോൺ ചെയ്ത് പറയും. ചിലപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പം എപ്പോഴും ഓർമ്മിച്ച് വെക്കണം, രാവിലെ എണീക്കുമ്പോഴുള്ള എൻ്റെ അവസ്ഥ എന്തായിരുന്നു ഇന്നത്തെ, രാത്രി കിടക്കുമ്പോഴെന്താണ്, ഇതിൻ്റെ ഇടയ്ക്ക് കിട്ടിയ ഈ സമയം ഞാൻ എൻ്റെ ലക്ഷ്യത്തിലേക്കുള്ള കാര്യങ്ങൾ ചെയ്തു പോകും. ഇതാണ് ഓർമ്മിക്കാനുള്ളത്. അപ്പോഴേ ലൈഫ് മുന്നോട്ട് പോകും. ഒരു ഹോപ്പ് എപ്പോഴും ഉള്ളിൽ വേണം. അല്ലേ? ഈ ഇംഗ്ലീഷ് അതിന് ലോഗോ തെറാപ്പി എന്നാ പറയുക. ലോഗോ തെറാപ്പി ഓർമ്മിച്ച് വെച്ചോളൂ ഈ വാക്ക്. നമ്മളെ കൂട്ടത്തിൽ ആരെങ്കിലുമൊക്കെ ഈ ഡിപ്രഷനായിട്ടോ അല്ലെങ്കിൽ ഭയങ്കര നിരാശയോടുകൂടിയൊക്കെ സംസാരിക്കുന്നുണ്ടെങ്കിൽ അവരിലേക്ക് ഇത് അപ്ലൈ ചെയ്യണം. ഇല്ലെങ്കിൽ ചിലപ്പോൾ ഒരു സുപ്രഭാതത്തിൽ ആൾ ഈ ലോകത്തുനിന്ന് പോയി എന്നൊക്കെ നമ്മൾ കേൾക്കും. പിന്നെ നമ്മൾ ആലോചിക്കും, എനിക്കൊന്ന് സംസാരിക്കായിരുന്നു അയാളോട്, അല്ലെങ്കിൽ അയാൾ എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ. ഇങ്ങനെയൊക്കെ സംഭവങ്ങളുണ്ടാവും. അപ്പോഴാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ഒരു ഹോപ്പ് എപ്പോഴും കൊടുത്തു. ഈ ലോഗോ തെറാപ്പി എന്ന് പറഞ്ഞാൽ ജീവിതത്തിൻ്റെ അർത്ഥം കണ്ടെത്താനുള്ളതാണ്. ഇത് നമ്മൾ സ്വയം ചെയ്യാനുള്ളത്. അപ്പം കുട്ടികൾ ഇംഗ്ലീഷ് പുസ്തകം വായിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ മീനിങ് ഓഫ് ലൈഫ് അങ്ങനെ ഒരു പുസ്തകമുണ്ട്. ചെറിയ പുസ്തകമാണ്, പക്ഷേ ട്രൂ സ്റ്റോറിയാണ്. മീനിങ് ഓഫ് ലൈഫ് അതെങ്ങനെയാണ് ഞാനിത് എടുത്തു പറയുന്ന ഭഗവത്ഗീത ക്ലാസ് എന്ന് പറഞ്ഞാൽ ശ്ലോകം പഠിക്കാനല്ല, നമ്മുടെ ആത്മവിശ്വാസം ജീവിതത്തിന് നേരിടാനുള്ള കരുത്ത് തരാനാണ് ഭഗവത്ഗീത. അതുകൊണ്ടാണ് നിത്യജീവിതമായിട്ട് ബന്ധപ്പെടുത്തി ഇങ്ങനെ പറയുന്നത്. അപ്പം ഈ പുസ്തകത്തിൽ പറയുന്നത് എന്താ പറഞ്ഞാൽ, ആ പുസ്തകം എഴുതിയ ആൾ ഒരു ജൂതനാണ്, ഒരു ഡോക്ടറാണ്, ഇസ്രായേലിക്കാരനാണ് എഴുതിയിരിക്കുന്നത്. ഇയാളെ ഹിറ്റ്ലറിൻ്റെ പട്ടാളം പിടിച്ചുകൊണ്ടുപോയി. അപ്പോൾ അന്ന് അറിയാലോ, ജൂതന്മാരെയൊക്കെ ഒരു അറയിലേക്ക് കയറ്റിയിട്ടിട്ട് പുകയിട്ട് കൊല്ലുകയാണ്. ആയിരക്കണക്കിന് ആൾക്കാരെ കൊന്നു ഒന്നിച്ചൊരു ഇതിലിട്ടിട്ട് മൂടി. ഇങ്ങനെയായിരുന്നു അന്നത്തെ കാലത്ത് എന്ന് ചരിത്രം പറയണം. ഇതിൽ എത്രത്തോളമൊക്കെ സത്യമുണ്ടെന്ന് അറിയില്ല, പക്ഷേ ഇപ്പോഴത്തെ കിട്ടിയ തെളിവ് വെച്ചിട്ട് ഇതാണ് സത്യം, അങ്ങനെ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇദ്ദേഹത്തിനെ പിടിച്ചുകൊണ്ടുപോയി. ഇയാൾ ഡോക്ടറാണ്, ഇദ്ദേഹത്തിൻ്റെ ഭാര്യയും പിടിച്ചുകൊണ്ടുപോയി. രണ്ടാളെയും 2 വഴിക്ക് കൊണ്ടുപോയി. അപ്പം പരസ്പര കമ്മ്യൂണിക്കേഷനൊന്നുമില്ല. അടി വാങ്ങുക, അവരെന്താ തിന്നാൻ തരുന്നുണ്ടെങ്കിൽ തിന്നു, ഇല്ലെങ്കിൽ കഷ്ടപ്പാടും ദുരിതം.
ഇയാളെ മുന്നിൽ ഇങ്ങനെ ഓരോരുത്തരായിട്ട് മരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇയാളെ മുന്നിൽ. അപ്പോൾ ഇയാൾക്കറിയാം എൻ്റെ സമയമായി, എന്നാ പോവുകയെന്നറിയില്ല ഇങ്ങനെയൊക്കെ. പക്ഷേ ഇയാളെ കൊന്നില്ല, കാരണം ഇയാൾ ഡോക്ടറാണ്. അപ്പോൾ ഈ പട്ടാളക്കാർക്ക് ഡോക്ടർ ആവശ്യം വരും. അപ്പോൾ ഇയാളെ കൊല്ലാതെ നിർത്തി. പക്ഷേ ബാക്കി ഉപദ്രവമൊക്കെ ഉണ്ട്. ഇയാളെ ജീവൻ നിലനിർത്താനുള്ള എന്തെങ്കിലും ഭക്ഷണം വെള്ളമൊക്കെ കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇയാൾക്ക് അസുഖങ്ങൾ വരുന്നുണ്ട്, ബോധം കെട്ട് വീഴുന്നുണ്ട്, തീരെ വയ്യാണ്ടാവുന്നുണ്ട്. ഇതൊക്കെ കഴിഞ്ഞ് ഈ വേൾഡ് വാറൊക്കെ കഴിഞ്ഞ് ഈ തടവുകാരെയൊക്കെ മോചിപ്പിച്ച് കൊണ്ടുപോയി. അപ്പോഴൊക്കെ ഇയാളുടെ ഉള്ളിലുള്ള പ്രതീക്ഷ എന്താ പറഞ്ഞാൽ, ഏതോ ഒരു തടവറയിൽ ഇയാളുടെ ഭാര്യ കാത്തിരിക്കുന്നു. എന്നെങ്കിൽ ഒരിക്കലും ഞാൻ ഇവിടുന്ന് പുറത്ത് ചാടും, ഞാൻ എൻ്റെ ഭാര്യയെ കാണും, ഞങ്ങൾ പഴയ പോലെ ജീവിക്കും. ഈ ഒരു ഹോപ്പാണ് ഇയാളുടെ ഉള്ളിലുള്ളത്. അങ്ങനെ യുദ്ധമൊക്കെ കഴിഞ്ഞു, ഇയാൾ അമേരിക്കക്കാരെ രക്ഷിച്ചു കൊണ്ടുപോയി. അവിടെ എത്തി ഭാര്യ അന്വേഷിക്കാൻ തുടങ്ങിയാൽ ഏത് ക്യാമ്പിൽ എവിടെയാണെന്നൊന്നും അറിയില്ല. കുറേ കഴിഞ്ഞ് റെക്കോർഡൊക്കെ എടുത്ത് നോക്കിയപ്പോഴാണ് മനസ്സിലായത് ഭാര്യയൊക്കെ മരിച്ചിട്ട് കാലം കുറയും, ഏതോ തടവറയിൽ ഭാര്യ മരിച്ചു പോയിരുന്നു. പിന്നെ ഇയാൾ ഇതിനെക്കുറിച്ച് ആലോചിച്ചു, ഞാൻ എന്തുകൊണ്ട് ജീവിച്ചു, എന്തുകൊണ്ട് മരണത്തിന് കീഴടങ്ങിയില്ല. അപ്പോൾ അയാൾക്ക് മനസ്സിലായി അയാളുടെ ഉള്ളിലൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, ഒരു ലക്ഷ്യം ഉണ്ടായിരുന്നു, എനിക്ക് എൻ്റെ ഭാര്യയോടൊപ്പം ജീവിക്കണം. സിമ്പിൾ, എല്ലാ മനുഷ്യനും ആഗ്രഹിക്കാവുന്ന കാര്യമാണ്. ഈ ഒരൊറ്റ ആഗ്രഹമാണ് ഇയാളെ ഈ പ്രശ്നങ്ങളെ മുഴുവൻ നേരിടാൻ ധൈര്യം കൊടുത്തത്, പിടിച്ചു നിർത്തിയത്. അപ്പോൾ അയാൾ അതിൽ ആ മാനസികാവസ്ഥയെല്ലാം കൂടി ചേർത്ത് ലോഗോ തെറാപ്പി എന്ന് പറഞ്ഞിട്ട് ഒരു ചികിത്സാ സമ്പ്രദായം ഉണ്ടാക്കി. നമുക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്, വളരെ സിമ്പിളാക്കും. MBBS പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ലൈഫിലൊരു ഹോപ്പ് ഉണ്ടാവണം. ചുരുക്കി പറഞ്ഞാൽ നമ്മളോട് ആരെങ്കിലും ഇതുപോലെ നിരാശ വരുന്ന വിധത്തിൽ പറയുമ്പോൾ, ലൈഫിൽ ട്രാജഡീസ് വരുമ്പോൾ, നിരാശ വരുമ്പോൾ ഇത് നമ്മൾ സ്വന്തം അപ്ലൈ ചെയ്യാം. എനിക്ക് ഇതാണ് വേണ്ടത്, ആ തലത്തിലേക്ക് എത്താൻ ഈ വക അനുഭവങ്ങളൊക്കെ എനിക്ക് ആവശ്യമാണ്. ഇയാൾക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായതുകൊണ്ട് അത് മനസ്സിലായത്. ഇല്ലെങ്കിലോ പിറ്റേന്ന് ക്യാമ്പിൽ നിന്ന് ഡോക്ടറല്ല സ്ഥലം വിട്ട മോനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു സംഭവം നമുക്ക് കിട്ടില്ല. അപ്പം ആർക്ക് എന്തൊക്കെ കഷ്ടപ്പാടും ദുരിതവും ഉണ്ടായിട്ടുണ്ടാവും, അതൊന്ന് അവരൊരു കാര്യം പഠിച്ചിട്ടുണ്ടാവും, അത് ലോകത്തിന് കൊടുത്തിട്ടുണ്ടാവും. അത് അവരുടെ ഉള്ളിലെ അവതാരമാണ്. ഇവരൊക്കെ പറഞ്ഞത് അതിന് വേണ്ടിയിട്ടാണ്. അവരുടെ ഉള്ളിൽ ഈശ്വരീയമായ ശക്തി ഉണർന്നത് ആ സമയത്താണ്. അപ്പോൾ എല്ലാം ഈ മാറ്റം വരുമ്പോഴൊക്കെ ഒരു വേദനയുണ്ടാവും. ഇപ്പം നമ്മളെ രാജ്യം ഒരു മാറ്റത്തിലൂടെ ഇങ്ങനെ കടന്നു പോവുകയാണ്. ഒരുപാട് വേദനകൾ ഈ രാജ്യത്തുണ്ട്, ഭരണകൂടത്തിനുണ്ട്, നമ്മൾക്കുണ്ട്. അതുകൂടി ഇത് പക്ഷേ നമ്മൾ കാണാത്തത് എന്താണ്, രാഷ്ട്രീയത്തിൻ്റെ കണ്ണുകൂടെയല്ല പറയുന്നത്, രാജ്യത്തിൻ്റെ ഒരു ദേശഭക്തിയുടെ കണ്ണുകൂടെ നമ്മൾ കാണുമ്പോൾ രാജ്യത്തിൻ്റെ ഒരു ട്രാൻസ്ഫോർമേഷൻ നമ്മളൊരു തലത്തിലേക്ക് ഉയർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു വേദന നമുക്ക് എന്തായാലും ഉണ്ടാവും. ആ വേദന സഹിക്കാൻ ഭാഗ്യം കിട്ടിയവരാണ് നമ്മൾ, അങ്ങനെ വേണം പറയാം. ഈ ഒരു മാറ്റം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ജീവിച്ചിരുന്നു. എൻ്റെ മുന്നിലാണ് ഭാരതത്തിൻ്റെ ചരിത്രം മാറുന്നത്, എൻ്റെ കണ്ണിൽ കൂടെ ഞാൻ കണ്ടു. ഇനി വരാൻ പോകുന്ന തലമുറയ്ക്ക് ഈ ഭാഗ്യമില്ല, പോയ തലമുറയ്ക്ക് ഈ ഭാഗ്യമില്ല. ഇത് നമുക്കുള്ളൂ. ക്ലിയർ ആവണ്ട പറഞ്ഞു. ഇതുപോലൊരു മാറ്റം നമ്മളെ ജീവിതത്തിൽ വരുമ്പോൾ അതിനുമായിട്ട് ബന്ധപ്പെട്ട വേദനകളുണ്ടാവും. ഈ കുട്ടികളെ പ്രസവിക്കുന്ന പോലെ അമ്മമാരോട് ചോദിച്ചാൽ അറിയാം, ആ വേദന അവർ സഹിക്കുന്നുണ്ട്. അതെന്തിനാണ്? അപ്പോഴവർ അമ്മയാവുന്നുള്ളൂ എന്ന് പറഞ്ഞതുപോലെ ഭഗവത്ഗീത ഇതുപോലെ അനുഭവങ്ങൾ വരുമ്പോൾ ഭഗവാൻ അതാ പറയുന്നത്, ഈ അനുഭവങ്ങളൊക്കെ എന്തിനാണ് വരുന്നത്? അനുഭവങ്ങളെ അനുഭവങ്ങളായിട്ട് കാണും, മാറി നിൽക്കും. എല്ലാ അനുഭവങ്ങളും വന്നു നിന്നു പോവാനുള്ളതാണ്. അതിനെ കാണുന്ന നീ ആത്മാവിൻ്റെ തലത്തിൽ നിന്നുകൊണ്ട് കണ്ടുകൊണ്ടിരിക്കുക, അതുമായിട്ട് ബന്ധപ്പെടാതിരിക്കുക. വിറ്റ്നസ്, ലൈഫിനെ സാക്ഷിഭാവത്തിൽ കാണുക. ഇതൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് ശ്ലോകത്തിനകത്ത്. അടുത്തത് നമ്മൾ ഒരുപാട് പ്രാവശ്യം കേട്ട് ഭഗവത്ഗീത എന്ന് കേൾക്കുമ്പോൾ ഓർമ്മ വരുന്ന ശ്ലോകമാണ്. കർമ്മണ്യേവാധികാരസ്തേ മാ ഫലേഷു കദാചന മാ കർമ്മഫലഹേതുർഭൂ മാ തേ സംഗോസ്ത്വകർമ്മണി. ഭഗവത്ഗീതയെ വിമർശിക്കുന്നവരെപ്പോഴും എടുത്തു വെച്ച് പറയുന്നൊരു ശ്ലോകമാണ്. ശമ്പളം വാങ്ങാതെ ജോലി ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഭഗവാൻ. നിനക്ക് കർമ്മം ചെയ്യാൻ അധികാരമുള്ളൂ, കർമ്മഫലത്തിൽ. അങ്ങനെയല്ല ഇതിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻ. ഇതിലെന്താ പറയുന്നത്? നിനക്ക് കർമ്മത്തിൽ മാത്രമേ അധികാരമുള്ളൂ. നീ പോയി കർമ്മം ചെയ്യുമെന്നല്ല പറഞ്ഞത്. ഓക്കെ, ഒന്നാമത് ഒരിക്കലും അവയുടെ ഫലങ്ങളിൽ നിനക്ക് അധികാരം ഇല്ല. അതെന്താണ് പറഞ്ഞത് നമുക്ക് നോക്കാനുണ്ട്. നീ ഫലത്തെ കാക്ഷിച്ചു കർമ്മം ചെയ്യുന്നവനാകരുത്, സകാമമായിട്ട് ചെയ്യരുതെന്നവൻ. അല്ലാതെ ശമ്പളം കിട്ടാതെ ജോലി ചെയ്യുമെന്ന് പറഞ്ഞിട്ടില്ല. ഓക്കെ, എന്നാൽ
അകർമ്മത്തിൽ ആസക്തിയുമരുത്. 4 സെൻറ്റൻസ് ഭഗവാൻ പറഞ്ഞു. ശ്രീകൃഷ്ണനെ കുറ്റം പറയുന്നവർ ഈ ശ്ലോകം എടുത്ത് വെച്ച് ഭഗവാൻ എന്താ അവിടെ ഇവിടെയും തൊടാതെ ടെസ്റ്റ് ചെയ്ത് പറഞ്ഞത്, ഒരുമാതിരി രാഷ്ട്രീയക്കാരെ പോലെ ഏത് ഭാഗം പറഞ്ഞാലും അവരെ ജയിക്കുള്ളൂ, അങ്ങനെ എന്തിനാ പറഞ്ഞത്. അപ്പോൾ ഈ ശ്ലോകം നമുക്ക് കുറച്ച് ആഴത്തിൽ മനസ്സിലാക്കാണ്ട്. കർമ്മണ്യേവാധികാരസ്ഥേ, നിങ്ങൾക്ക് കർമ്മം ചെയ്യാനേ അധികാരമുള്ളൂ. നമുക്ക് വരുന്ന അവസരങ്ങൾ സാഹചര്യങ്ങൾക്കനുസരിച്ച് നമ്മൾ ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങളുണ്ട്. നിത്യകർമ്മം, നിയതകർമ്മം, ഈ കർമ്മയോഗത്തിൽ നമ്മൾ ഇതിനെക്കുറിച്ച് പഠിക്കും. നിഷിദ്ധ കർമ്മം എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കർമ്മങ്ങളുണ്ട്. ചെയ്യാൻ പാടില്ലാത്ത കർമ്മങ്ങൾ, ചെയ്യേണ്ട കർമ്മങ്ങൾ, നൈമിത്തികമായിട്ട് തീരെ പ്രതീക്ഷിക്കാതെ വന്നു ചേരുന്ന കർമ്മങ്ങൾ, ഇങ്ങനെ കർമ്മങ്ങളെ കുറേ വിഭജിച്ച് പഠിക്കാനുണ്ട്. അവിടെ നമ്മൾ പഠിക്കും ഇതിനെക്കുറിച്ചിട്ട്. ഓക്കെ, ഇവിടെ ഭഗവാൻ പറയുന്നു കർമ്മവാസനകൾക്ക് അനുസരിച്ചിട്ടാണ് നമ്മളുടെ ജീവിതത്തിൽ അനുഭവങ്ങൾ രൂപപ്പെട്ട് വരിക. ആ സമയത്ത് ആ ഉത്തരവാദിത്തം ചെയ്യാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അത് നമ്മളുടെ അധികാരമാണ്. നമ്മൾ ചെയ്തേ പറ്റും. കർമ്മം ചെയ്യാൻ ബാധ്യസ്ഥരാണ് നമ്മൾ. ഇതാണ് ആദ്യം മനസ്സിലാക്കാനുള്ളത്. അതെന്തിനാണ്? കർമ്മവാസനകൾക്ക് പ്രകടമാവാനുള്ള സാഹചര്യം രൂപപ്പെട്ടു. പാട്ട് പാടുന്ന ഒരാൾക്ക് പാട്ട് പാടാനുള്ള അവസരം കിട്ടി, ഞാൻ പാടില്ല പറയാൻ പറ്റില്ല. അയാൾക്ക് പാട്ട് പാടാനുള്ള കഴിവ് പ്രകടിപ്പിക്കേണ്ട സമയമാണത്. അയാൾ ചെയ്യണം. ക്ലിയറായിട്ട് മനസ്സിലാവുണ്ടല്ലോ അല്ലേ? അപ്പോൾ അവിടെ ശമ്പളം വാങ്ങുന്നതായിട്ട് അതുമായിട്ട് ഒരു ബന്ധവുമില്ല. അപ്പോൾ നമുക്ക് വന്നു ചേർന്നിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ നമ്മൾ ചെയ്യണം. അത് നമ്മളുടെ അധികാരമാണ്. കർമ്മവാസനകൾക്കനുസരിച്ച് രൂപപ്പെട്ടതാണ്, നമ്മളത് ചെയ്യാൻ അർഹതപ്പെട്ടത്. ഇതാണ് ഒന്നാമത്തെ കാര്യം. പക്ഷേ അതിൻ്റെ ഫലം ഇങ്ങനെ വേണം എന്ന് നമുക്ക് തീരുമാനിക്കാൻ സാധിക്കില്ല. അതാണ് രണ്ടാമത് പറഞ്ഞത്. കർമ്മഫലങ്ങളിൽ അധികാരം ഇല്ല എന്ന് പറഞ്ഞാൽ യു ഡോണ്ട് ഡിസർവ് ഇറ്റ് എന്നല്ല, അത് എപ്രകാരം ഉരുത്തിരിഞ്ഞു വരും എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. പായസം ഉണ്ടാക്കാനുള്ളൊരവസരം ഉണ്ടായി, പാൽപ്പായസം. വീട്ടിൽ വിരുന്നുകാർ വന്നു, പാൽപ്പായസം ഉണ്ടായി. അപ്പോൾ എന്ത് ചെയ്യണം? എനിക്ക് നന്നായിട്ട് പാൽപ്പായസം ഉണ്ടാക്കാൻ അറിയാം. പാലൊക്കെ എടുത്ത് അടുപ്പത്ത് വെച്ചു. ഞാൻ കർമ്മം ചെയ്യാൻ തുടങ്ങി, അധികാരം പ്രയോഗിക്കാൻ തുടങ്ങി. ഈ പാല് പായസമാവോ അത് പിരിഞ്ഞു പോവോ? അതെൻ്റെ കയ്യിലല്ല. അത് ക്ലിയർ ആയില്ല. ഒരു കർമ്മത്തിന് 5 ഘടകങ്ങളുണ്ട്. ഇത് നമ്മൾ അവസാനം പഠിക്കും, 18-ാം അധ്യായത്തിൽ പഠിക്കുള്ളൂ. 4 കാര്യങ്ങൾ നമ്മളെ കയ്യിലാണ്. കർമ്മത്തിൻ്റെ അധിഷ്ഠാനം, ഇന്ദ്രിയങ്ങൾ, ചലനം, അഹങ്കാരം, ഇതൊക്കെ നമ്മളെ കയ്യിലുണ്ട്. നമുക്ക് മാറ്റിമറിച്ചെടുക്കാം. അതിൽ ദൈവഹിതം എന്ന ഒരു ഭാഗമുണ്ട്. നമ്മളുടെ സാധാരണക്കാരുടെ ഭാഷ പറഞ്ഞ വിധി. ഇന്ത്യക്കാർ ഏറ്റവും അനുഗ്രഹിക്കുന്ന ഒരു വാക്കാണ് വിധി എന്നുള്ളത്. വിധി എന്നൊരു പറഞ്ഞൊരു ഭാഗം, ദൈവഹിതം. അത് ആർക്കും പറയാൻ പറ്റില്ല. പ്രകൃതിയുടെ നിയമങ്ങൾ ഏത് വഴിക്ക് എങ്ങനെ തിരിയും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഭഗവാൻ പറഞ്ഞത് ഇതിൻ്റെ ഫലം ഇങ്ങനെ തന്നെ ആയിത്തീരും എന്ന് ഉറപ്പിക്കാൻ പറ്റില്ല. കർമ്മം ചെയ്യണം, കർമ്മത്തിൻ്റെ ഫലം നമ്മൾ ആഗ്രഹിച്ച പോലെ വരും എന്നൊന്നും പറയാൻ പറ്റില്ല. ക്ലിയർ ആയല്ലോ പറഞ്ഞു? ഇത് നമ്മളെപ്പോഴും ഓർമ്മിക്കണം. ഇപ്പോഴേ ഞാൻ പരീക്ഷയ്ക്ക് നന്നായിട്ട് പഠിച്ചു, ഒരു 98-99% ഒക്കെ ഞാൻ പ്രതീക്ഷിച്ചായിരുന്നു. റിസൾട്ട് വന്നപ്പോൾ 60%. എന്ത് ചെയ്യും? കുട്ടിയെ വിളിച്ച് ചീത്ത പറയും. ചോറിൻ്റെ ഇവിടുന്ന് തിന്നിട്ട് പോകണം, അങ്ങനെ അല്ലേ? രാവും പകലും കഷ്ടപ്പെടുന്നേ കാണില്ലേ? ആ കുട്ടിയെ പറഞ്ഞിട്ട് എന്താ കാര്യം? മാർക്ക് ഇടുന്നാൾക്ക് അത്രേ തരാൻ തോന്നിയുള്ളൂ. അയാളന്ന് വേറെന്തോ മൂടലായിരുന്നു. ഇതിപ്പോൾ ഈ നീറ്റ് പരീക്ഷേൻ്റെ പ്രശ്നം നടക്കണ പോലെ ആരൊക്കെ എവിടെ നിന്നൊക്കെ ക്വസ്റ്റ്യൻ പേപ്പർ ലീക്ക് ചെയ്തിട്ട് കൊണ്ടുപോകുന്നതെന്ന് ആർക്കറിയാം. പഠിച്ച കുട്ടികൾ മൂലയിലിരിക്കണം. അപ്പോൾ അത് വലിയ ഇഷ്യൂ ഒക്കെ എടുക്കും. എനിവേ, ഇതൊക്കെ സംഭവിക്കാം. നമ്മളിപ്പം വീട്ടിൽ നിന്ന് നന്നായിട്ട് കല്യാണത്തിന് പോകാൻ പുറപ്പെട്ടു, പട്ടുസാരി, മേക്കപ്പ് അതൊക്കെ ആയിട്ട് ഇറങ്ങി കല്യാണത്തിന് പോകണം. വഴിയിൽ മഴ പെയ്തു, മുഖത്ത് കൂടെ വെള്ളം ഒലിച്ചു. വീട്ടിൽ നിന്ന് ഇറങ്ങിയ ആളെല്ലാം ഹോളിലെത്തിയത്. ആളെ തിരിച്ചറിയാൻ പറ്റാണ്ടേ എന്ത് ചെയ്യും? പ്രകൃതിയോട് നീ പെയ്യല്ലേ എന്ന് പറയാൻ പറ്റില്ല. അതതിൻ്റെ സമയത്ത് പെയ്യും. സംഭവിക്കാം അല്ലേ? എന്ത് വേണേൽ സംഭവിക്കാം. ഞാൻ ഈ വെള്ളിയാഴ്ച ഇന്നലെ മുഴുവൻ ആലോചിച്ചൊരു കാര്യം. വെള്ളിയാഴ്ച ഞാൻ ഓഫീസിൽ പോയിട്ട് ഞങ്ങൾ ഇൻസ്പെക്ഷൻ്റെ സമയത്ത് ഞാൻ ഒപ്പിട്ട് കൊടുക്കണം. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ടെസ്റ്റ് കഴിഞ്ഞ് ക്വാളിറ്റി ഇൻസ്പെക്ഷൻ ഞാൻ ഒപ്പിട്ടെടുത്ത് ഫയലൊക്കെ ക്ലിയറാക്കി ഞാൻ വീട്ടിൽ വന്നിരുന്നു. ഇന്നലെ രാവിലെ എണീറ്റ് ആദ്യം വാട്സാപ്പ് നോക്കിയപ്പോൾ ഇയാളിങ്ങനെ ചിരിച്ചും കൊണ്ട് നിൽക്കണം. താഴെ എഴുതിയിരിക്കുന്നു ആദരാഞ്ജലികൾ. ഞാൻ വൈകുന്നേരം ഫയൽ ഒപ്പിട്ട് കൊടുത്ത ആളാണ്. രാത്രി 8:45 ആൾ പോയി. ഇത്രയേ ഉള്ളൂ കാര്യം. നമുക്കൊന്നും പറയാൻ പറ്റില്ല. നമ്മളെ കയ്യിലല്ല.
നമുക്കിത് ചെയ്യാനുള്ള ഉത്തരവാദിത്വമുണ്ട്, അത് ചെയ്ത് തീർക്കുക, അത്രയേ ഉള്ളൂ. എങ്ങനെ ചെയ്യണം എന്നുള്ളത് 3, 4, 5 അധ്യായത്തിൽ ഭഗവാൻ പറഞ്ഞു തന്നു. 2 സെൻറ്റൻസ് ക്ലിയർ ആയല്ലോ. മൂന്നാമത്തത് ഭഗവാൻ പറയണു, ഫലത്തെ കാംക്ഷിച്ചു കർമ്മം ചെയ്യുന്നവനാകരുത്, സകാമ കർമ്മങ്ങൾ ചെയ്യരുത്. ഫലത്തെ കാംക്ഷിച്ചെന്ന് പറഞ്ഞാൽ കർമ്മഫലത്തിൽ എനിക്ക് ഇന്നത് കിട്ടണം എന്ന ആഗ്രഹത്തോടു കൂടി ചെയ്യരുത്, സകാമ കർമ്മങ്ങൾ ചെയ്യരുത്. ലക്ഷ്യമുണ്ടാവരുത് എന്ന് പറഞ്ഞിട്ടില്ല. 2 കാര്യമുണ്ട്. കർമ്മത്തിലെ ഫലം, ഇപ്പം നമ്മൾ കർമ്മത്തിൽ വഴിപാട് ചെയ്യുന്നുണ്ട്, ഗണപതിക്ക് കാര്യങ്ങളെല്ലാം കൂടി മുടങ്ങി നിൽക്കണം. എന്നാൽ ഒരു ഗണപതി ഹോമം ചെയ്യാം. ഗണപതി ഹോമം ചെയ്യണമുണ്ട്, അതിൻ്റെ ഫലം ഉണ്ടാവുന്നുമുണ്ട് അല്ലേ. പല കാര്യങ്ങളും നമ്മൾ വഴിപാട് ചെയ്യുമ്പം കർമ്മങ്ങൾ എന്താ ആഗ്രഹിച്ചാൽ ചെയ്യുന്നു. പക്ഷേ ഇവിടെ ഭഗവാൻ പറയുന്നു സകാമമായിട്ട് ചെയ്യരുത്. എന്തിനെങ്ങനെ പറയാൻ കാരണം, സകാമമായിട്ട് ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ കർമ്മബന്ധങ്ങളെ ഉണ്ടാക്കും, കർമ്മവാസനകളെ സൃഷ്ടിക്കും. അപ്പോൾ കർമ്മഫലത്തിൽ ആസക്തി ഉണ്ടാകുമ്പോൾ കർമ്മവാസനകളുണ്ടാവും. മനസ്സിലായി? കർമ്മവാസനകൾ ഉണ്ടാകുമ്പോൾ പുനർജന്മം ഉണ്ടാവും. എന്ന് പറഞ്ഞാൽ പുനർജന്മത്തിൽ എന്തുണ്ടാവും? ഈ കർമ്മവാസനകൾ വീണ്ടും കർമ്മം ചെയ്യാൻ പ്രേരിപ്പിക്കും. അപ്പോൾ വീണ്ടും എന്തുണ്ടാവും? അതിൻ്റെ കർമ്മവാസനകളുണ്ടാവും. കർമ്മചക്രം. അപ്പോൾ സകാമമായിട്ട് ചെയ്യുന്ന കർമ്മങ്ങൾ കർമ്മചക്രത്തെ സൃഷ്ടിക്കും. നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഈ കർമ്മചക്രത്തിൽ നിന്ന് പുറത്ത് ചാടാനാണ് മനുഷ്യനായിട്ട് ജനിച്ചത്, എന്നാലേ മോക്ഷത്തിലേക്ക് എത്തുള്ളൂ. ക്ലിയർ ആവുണ്ടോ പറഞ്ഞത്? അഭിമന്യു ചക്രവ്യൂഹത്തിലേക്ക് കയറി. നമ്മൾ ഈ കഥ എല്ലാവർക്കും അറിയാം. നമ്മളൊക്കെ ഈ ചക്രവ്യൂഹത്തിൽ കയറി അഭിമന്യാണ്. നമുക്ക് കയറാനേ അറിഞ്ഞുള്ളൂ, പുറത്തിറങ്ങാൻ അറിഞ്ഞില്ല. നമ്മളൊക്കെ ഈ ചക്രവ്യൂഹം, കർമ്മചക്രത്തിൻ്റെ വ്യൂഹത്തിൽ പെട്ടിരുന്നു പോയ അഭിമന്യു, അഭിമാനം, അഹങ്കാരം തന്നെയാണ് നമ്മളൊക്കെ. ഇതൊന്ന് പുറത്ത് ചാടണമെങ്കിൽ പുറത്ത് ചാടാനുള്ള വിദ്യ കിട്ടണം. അതെപ്പോഴാണ് കിട്ടുക? അതിനുള്ള പുണ്യം പരിപക്വമാവുക പറയും. ആ പുണ്യം പ്രബലമായി തുടങ്ങുമ്പോഴേ അതിനുള്ള അവസരങ്ങൾ വരുള്ളൂ. അപ്പോൾ എന്തുണ്ടാവും? അപ്പോൾ നമുക്ക് സ്വാധ്യായം ഉണ്ടാവും, ജീവിതത്തിൽ ഗുരു വരും, ആധ്യാത്മികമായ അറിവുകൾ വരാൻ തുടങ്ങും. ഇപ്പോൾ സംഭവിക്കുന്നത് ഇപ്പോൾ അഭിമന്യു ചക്രവ്യൂഹത്തിൽ നിന്ന് പുറത്ത് ചാടാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ക്ലിയർ ആയില്ല പറഞ്ഞത്? സകാമമായിട്ട് ചെയ്യുന്ന കർമ്മങ്ങൾ എപ്പോഴും കർമ്മബന്ധനങ്ങളെ ഉണ്ടാക്കും, കർമ്മവാസനകളെ ഉണ്ടാക്കും. അതുകൊണ്ട് ഭഗവാൻ പറയുന്നു സകാമമായിട്ട് ചെയ്യരുത്. പിന്നെ എന്ത് ചെയ്യണം? സമർപ്പണത്തോടു കൂടി ചെയ്യണം, ഈശ്വരന് സമർപ്പിച്ചുകൊണ്ട് ചെയ്യണം. അഹങ്കാര സമർപ്പണമായിരിക്കണം വഴിപാടിൻ്റെ ലക്ഷ്യം. എനിക്ക് ഇന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഭഗവാൻ. പ്രശ്നങ്ങൾ എപ്പോഴാണുള്ളത്? എനിക്ക് ഞാനെന്ന തോന്നലുള്ളപ്പോഴേ എനിക്കെൻ്റെ പ്രശ്നങ്ങളുള്ളൂ. അപ്പോൾ പ്രശ്നം മാറണമെങ്കിൽ എന്ത് വേണം? പ്രശ്നങ്ങളെ ഉണ്ടാക്കുന്ന ഞാനെന്ന തോന്നലും വേണം. അതവിടെ കൊടുക്കും ഭഗവാനോട്. അൺലോഡ് ചെയ്യാവും. അമ്മ പറയുന്നൊരു ഉദാഹരണമുണ്ട്. നിങ്ങളൊരു ട്രെയിനിൽ കയറി കഴിഞ്ഞാൽ സൂട്ട് കേസ് തലയിൽ വെച്ച് ഇരിക്കേണ്ടാവും. സൂട്ട് കേസ് താഴെ വെച്ചാൽ മതി, ട്രെയിൻ അതും കൊണ്ട് പോയിക്കോളും എന്ന് പറഞ്ഞാൽ ഈ സൂട്ട് കേസ് വെക്കലാണ് വഴിപാട് ചെയ്യൽ. നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ ഈശ്വരന് സമർപ്പിക്കാം, പ്രകൃതിയുടെ കനിവിനായിട്ട് പ്രാർത്ഥിക്കാം. എനിക്ക് ഇന്ന പ്രശ്നങ്ങളുണ്ട്, തീർത്ത് തരണേന്ന് പ്രാർത്ഥിക്കാം. അതിൻ്റെ സൈഡ് എഫക്റ്റ് ആയിട്ട് വന്നോളും. ഞാൻ എന്നെ അവിടത്തേക്ക് സമർപ്പിച്ചിരിക്കുന്നു. ഞാൻ അവിടുന്ന് ഈശ്വരനിൽ നിന്ന് അന്യമാണ്, അകന്നുപോയി എന്ന ആ ഒരു അറിവില്ലായ്മയിൽ നിന്ന് ഞാൻ മാറി നിൽക്കട്ടെ, അല്ലെങ്കിൽ ആ അറിവില്ലായ്മയെ ഇല്ലാന്ന് നശിപ്പിച്ചു തരും. ഇതൊക്കെ ആയിരിക്കണം പ്രാർത്ഥന. അതാണ് സമർപ്പണം ഭഗവാൻ പറഞ്ഞു. അപ്പോഴേ നമ്മൾ ത്രിഗുണങ്ങളിൽ നിന്ന് അപ്പുറമുള്ള അവസ്ഥയിലേക്ക് എത്തുള്ളൂ. ഇപ്പോൾ ശമ്പളം ചോദിക്കേണ്ട എന്നല്ല പറഞ്ഞ്, ശമ്പളം വന്നോളും. കിട്ടിയിട്ടില്ലെങ്കിൽ ചോദിക്കണം, ബോണസ് കിട്ടിയില്ലെങ്കിൽ ചോദിക്കണം. പക്ഷേ നമ്മൾ അതോടൊപ്പം ഞാൻ എന്തിന് ജോലി ചെയ്യുന്നു എന്നും കൂടി ഓർമ്മിക്കണം. നമ്മൾ ശമ്പളത്തിന് വേണ്ടിയല്ല ജോലി ചെയ്യുന്നത്, നമ്മളുടെ കർമ്മവാസനകളെ ക്ഷയിപ്പിക്കാനാണ് ജോലി ചെയ്യുന്നത്. അപ്പോഴേ നമുക്കറിയാം എന്തിനാ ഞാൻ അക്കൗണ്ടൻ്റ് ആയത്, എന്തിനാ ഞാൻ ഡോക്ടറായത്, എന്തിനാ ഞാൻ പട്ടാളക്കാരനായത്. പട്ടാളമാണെങ്കിൽ നല്ല പണിക്ക് എല്ലാവരും പട്ടാളക്കാരനായിട്ട് പോകും. പട്ടാളത്തിന് യോഗ്യതയുള്ള പലരും അവിടെ എത്തിപ്പെടാറില്ല, ആ ഒരു ക്ലർക്കായിട്ട് പോയിട്ടുണ്ടാവും. നമ്മളുടെ കർമ്മവാസനകൾക്കനുസരിച്ചിട്ടാണ് അനുഭവ മണ്ഡലങ്ങൾ രൂപപ്പെടുക. എപ്പോഴും ഓർമ്മിക്കാനുള്ള കാര്യം. ചിലപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി ഒരു സുപ്രഭാതത്തിൽ ബോസ് പറയും നാളെ മുതൽ വരണ്ട കേട്ടോ, എവിടെ ചെന്ന്. അതിൻ്റെ അർത്ഥം ജോലി പോയി എന്നല്ല, എനിക്ക് ഈ മണ്ഡലത്തിൽ ചെയ്യാനുണ്ടായിരുന്ന കർമ്മവാസനകൾ പൂർണ്ണമായി. പ്രൊമോട്ടഡ് ടു ദ നെക്സ്റ്റ് ലെവൽ. ആ ഓഫീസിൽ നിന്ന് വേറെ സ്ഥലത്തേക്ക് എൻ്റെ കർമ്മവാസനകൾ എന്നെ എടുത്തെറിയുന്നു. അവിടെ എനിക്ക് പുതിയ ബന്ധങ്ങളുണ്ടാവും, പുതിയ ഉത്തരവാദിത്തങ്ങളുണ്ടാവും, പുതിയ ലോകങ്ങളുണ്ടാവും. അതെൻ്റെ കർമ്മവാസനകൾ രൂപപ്പെടുന്നതാണ്. അത് മുഴുവനാവുമ്പം അടുത്ത ഭാഗത്ത് ഇത് സംഭവിച്ചുകൊണ്ടിരിക്കും.
അപ്പോൾ ജോലി പോയി എന്നൊന്നും പറഞ്ഞിട്ട് ആരും ദുഃഖിക്കേണ്ട. പലർക്കുള്ള പ്രശ്നങ്ങൾ ഇതൊക്കെയാണ്. ഉള്ള ജോലി പോയല്ലോ. ജോലി സ്വാഭാവികമായിട്ട് ഇങ്ങനെ സംഭവിക്കേണ്ടതെന്ന് അന്നേരം ഉറപ്പിക്കാം. ഇവിടെ എനിക്ക് ചെയ്യാനുള്ള റോള് കംപ്ലീറ്റായി. എൻ്റെ നെക്സ്റ്റ് സ്റ്റേജ് നാടകത്തിൽ രംഗം മാറില്ലേ, നമ്മളൊക്കെ നാടകം അഭിനയിച്ചുകൊണ്ട് ഈ രംഗം കംപ്ലീറ്റായി അടുത്ത രംഗത്തേക്ക് ഇത് പറഞ്ഞു കൊടുക്കണം കുട്ടികൾക്ക്. ഇല്ലെങ്കിൽ അവരൊക്കെ ഭയങ്കര മൂഡ് ഓഫ് ആയി പോകും. മോനെ ഇത് ഞങ്ങൾക്ക് നെക്സ്റ്റ് ലെവലിലേക്ക്. ശ്രീരാമകൃഷ്ണ പരമഹംസർ പറയും, കായ പാകമായി കഴിയുമ്പോൾ പൂവ് കൊഴിഞ്ഞു വീഴും. അങ്ങനെ പറയും. വളരെ പ്രകൃതി നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് അങ്ങനെ അല്ല. പൂവ് പൊട്ടിച്ചെറിഞ്ഞാൽ കായ ഉണ്ടാവില്ല. അത് വളരെ സ്വാഭാവികമായിട്ട് സംഭവിക്കും. നമ്മുടെ ജീവിതത്തിലെ അനുഭവങ്ങൾ മാറി വരുന്ന ഒരു അനുഭവത്തിൻ്റെ ആ വാസന പൂർണ്ണമായി കഴിഞ്ഞാൽ നെക്സ്റ്റ് ലെവലിലേക്ക് നമ്മൾ പോകും. ഇതെപ്പോഴും ഓർമ്മിക്കണം. അത് നഷ്ടമായിട്ട് കാണരുത്. മാറ്റം അനിവാര്യമാണ്. മാറ്റങ്ങളിൽ കൂടെ പോകുമ്പോഴും മാറ്റമില്ലാത്ത ഞാൻ അവിടെ ആയിരിക്കണം നമ്മളുടെ ഓർമ്മ, ബുദ്ധി എപ്പോഴും ഉറച്ചിരിക്കുന്നത്. ഞാൻ മാറ്റങ്ങൾ വരുന്നത് അറിയുന്നു. ജോലി ഉള്ളപ്പോഴും ഞാനുണ്ട്, ജോലി മാറുമ്പോഴും ഞാനുണ്ട്, റിട്ടയർ ആകുമ്പോഴും ഞാനുണ്ട്, പെൻഷൻ വാങ്ങുമ്പോഴും ഞാനുണ്ട്, പെൻഷൻ ഇല്ലെങ്കിലും ഞാനുണ്ട്. ഞാനെപ്പോഴും ഉണ്ട്. ഞാൻ മാറിയിട്ടില്ല. ഈ മാറാത്ത ഞാനിലായിരിക്കണം എപ്പോഴും ശ്രദ്ധ. ഓക്കെ. അപ്പോൾ സകാമമായിട്ട് ചെയ്യുന്നതിൻ്റെ ദോഷഫലങ്ങളെക്കുറിച്ച് ഭഗവാൻ ഇവിടെ സൂചിപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, കർമ്മം ചെയ്താലല്ലേ കർമ്മഫലങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. കർമ്മഫലങ്ങളുണ്ടെങ്കിലല്ലേ സംസാരത്തെ കൊടുങ്ങുള്ളൂ. അതുകൊണ്ട് ഞാൻ കർമ്മം ചെയ്യുന്നില്ല. എളുപ്പമല്ലേ? കർമ്മം ചെയ്യാതിരുന്നാൽ കർമ്മം ചെയ്യാതിരിക്കരുത്. അകർമ്മത്തിൽ നിനക്ക് ആസക്തി ഉണ്ടാവരുത്. കർമ്മം ചെയ്യാതിരിക്കരുത്. അതാണ് അകർമ്മത്തിൽ ആസക്തി. ഞാൻ വെറുതെ ഇരിക്കട്ടെ തോന്നുന്നു. കാരണം വെറുതെ ഇരിക്കുന്ന ഒരു കർമ്മമാണ്, അതിൻ്റെ ഫലം അനുഭവിക്കേണ്ടി വരും. അപ്പോൾ ചെയ്യാനുള്ളത് തന്നെ വേണം. 4 സ്റ്റേറ്റ്മെൻറ്റ് ഭഗവാന്റെ മനസ്സിലായല്ലോ. അകർമ്മത്തിൽ ആസക്തി ഉണ്ടാവരുത്. കർമ്മം നമുക്ക് വന്ന ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റണം. അതിൻ്റെ ഫലങ്ങൾ ഇന്ന പോലെ തന്നെ ആയിത്തീരും എന്ന പ്രതീക്ഷയോടുകൂടി ചെയ്യരുത്. ഇന്നതുപോലെ ആവണമെന്ന ലക്ഷ്യമാവാം. അവനവൻ്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയുള്ള ആഗ്രഹമായിട്ട് മാറരുത്. കർമ്മബന്ധങ്ങൾ വരാത്ത വിധത്തിൽ വേണം കർമ്മങ്ങൾ ചെയ്യാൻ. അതിൻ്റെ ഇനി പറയും, യോഗ കർമ്മസു കൗശലം ഒരു ഫോർമുല ഭഗവാൻ തന്നിട്ടുണ്ട്. സകാമമായിട്ട് കർമ്മം ചെയ്യാൻ, കർമ്മവാസനകൾ വരാതെ. അതിൻ്റെ ഒരു സൂത്രമുണ്ട്, അത് പറഞ്ഞുതരും. 4ാമത് കർമ്മം ചെയ്യാതിരിക്കരുത്. 4 കാര്യങ്ങൾ ജീവിതത്തിൽ എന്നും ഓർമ്മിക്കാനുള്ള. ഓരോ കാര്യം ഓരോ നിമിഷം വരുമ്പോഴും ഈ 4 കാര്യങ്ങൾ. കർമ്മണ്യേവാധികാരസ്ഥേ മാ ഫലേഷു കഥാചന. യുക്തിവാദികളുടെ ചാനലുകളൊക്കെ കാണുമ്പോൾ ഈ ശ്ലോകം വെച്ചിട്ടാണ് ഭഗവത്ഗീതയെ വിമർശിക്കുക. ഇടതുപക്ഷക്കാർക്കൊന്നും ഇത് കണ്ടുകൂടാ. ശമ്പളം വാങ്ങാതെ ഞങ്ങൾ ശമ്പളം വാങ്ങി, ഞങ്ങൾ നോക്കി നിന്ന് കാശ് വാങ്ങണവരാണ് എന്ന് അവർക്കിതൊന്നും മനസ്സിലായിട്ടില്ല. ഇത് മനസ്സിലാവുകയാണെങ്കിൽ കുറച്ച് ഇരുന്ന് ചിന്തിക്കണം. തലയിലൊന്നും കുത്തി നിറച്ചിട്ട് കാര്യമില്ല. കുത്തി നിറച്ച സാധനം മാറ്റിയാലേ ഉള്ളിലുള്ളത് പുറത്ത് വരും. പണ്ടൊരാൾ ഒരു ഗുരുവിനെ ശബ്ദം വരുന്നുണ്ടോ? ബാക്ക് വരെ കേൾക്കണ്ടോ? ഓക്കെ. പണ്ടൊരാൾ ഒരു ജ്ഞാനിയെ സമീപിച്ചു എന്നാണ്, ആത്മജ്ഞാനം നേടാൻ. അപ്പം ഗുരുവിൻ്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു. ഗുരു ചോദിച്ചു, എന്താ വന്നത്? എനിക്ക് അറിവ് വേണം, അറിവ് ഉപദേശിച്ചു തരൂ. ശരി, എന്നാൽ വരൂ, നമുക്കൊരു ചായ കുടിക്കാം. ഒരു ടേബിളിൻ്റെ ചുറ്റിൽ അപ്പുറപ്പുറമായിട്ട് ഇരുന്നു ഗുരുവും ഈ പഠിക്കാൻ വന്ന ശിഷ്യനാവാൻ പോകുന്ന ആളും. അപ്പോൾ ഗുരു ഇയാൾ ഈ ശിഷ്യനാവാൻ പോയത് കണ്ട പുസ്തകമൊക്കെ വായിച്ച് കുറേ പ്രഭാഷണങ്ങൾ കേട്ട് പണ്ഡിതനാണ് ആൾ. സഞ്ചരിക്കുന്ന ലൈബ്രറി, അതാണ് ആൾ. അയാൾ വന്നിരുന്നു. അപ്പോൾ ഗുരു പറഞ്ഞു, നമുക്കൊരു ചായ കുടിക്കല്ലേ? ചായ കുടിക്കണ ഗുരു കേട്ടോ. ഇനി ഗുരു ചായ കുടിക്കുമെന്നൊന്നും ചോദിക്കേണ്ട. ഗുരു സാധാരണ മനുഷ്യന്മാരെ പോലെ ചായയും കുടിക്കും, ഊണും കഴിക്കും. അങ്ങനത്തെ ഗുരുവാണ്. അപ്പോൾ മേശപ്പുറത്ത് ചായ കൊണ്ടുവച്ചു, കപ്പ് കൊണ്ടുവച്ചു, കെറ്റിലിൽ ചായ കൊണ്ടുവച്ചു. ഇദ്ദേഹം ചായ ഒഴിക്കാൻ തുടങ്ങി കപ്പിൽ. ആരും കേട്ടിട്ടുണ്ടോ അറിയില്ല കഥ. കപ്പ് ഇങ്ങനെ നിറഞ്ഞു വരികയാണ്. അപ്പോൾ ഇയാൾ നോക്കുകയാണോ, കപ്പ് നിറയാറായി, അരക്കപ്പായി, 3/4 കപ്പായി, ഫുള്ളായപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, ബസ് ഓക്കെയാ. അപ്പോൾ മതി പറഞ്ഞു. ഗുരു കേൾക്കണില്ല, ഗുരു ഒഴിക്കുകയാണ്. ഗുരു കപ്പ് നിറഞ്ഞു, ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് പുറത്തേക്ക് ഒഴുകാൻ തുടങ്ങി, അപ്പോഴും ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പുറത്തേക്ക് ഒഴുകണം, അത് കാണില്ലേ, പുറത്തേക്ക് ഒഴുകാൻ നിർത്തൂ നമ്മൾ ഒറ്റ ചാട്ടം. ഒറ്റ തുള്ളി എൻ്റെ ഉള്ളിൽ പോകുന്നില്ല. ചാടി എണീറ്റിട്ട് പറഞ്ഞു, ഒരൊറ്റ തുള്ളി ചായ ഈ കപ്പിനകത്തേക്ക് കയറുന്നില്ല. അപ്പോൾ ഗുരു നിർത്തി, കെറ്റിൽ അവിടെ വെച്ചു. എന്നിട്ട് പറഞ്ഞു, ഇത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. നീ ഇതിങ്ങനെ നിറച്ച് വന്നിരിക്കുകയാണ്. ഇതിനകത്തേക്ക് ഞാൻ എത്ര ഒഴിച്ചാലും അങ്ങോട്ട് കയറില്ല. ആദ്യം ഇതൊന്ന് കാലിയാക്കിയിട്ട് പോകാം, എന്നിട്ട് ഞാൻ പറയാം. ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് നമ്മൾ ഉള്ളിൽ നിറച്ചു വെച്ച കുറേ കാര്യം. ഭഗവത്ഗീത എന്ത് ചെയ്യും? നമ്മൾ ചിന്തിക്കുന്നതിനനുസരിച്ച് ശ്രവണം, ഇപ്പോൾ ശ്രവണമാണ്, മനനം ചെയ്യാറ്. നമ്മളിത് വീണ്ടും ആലോചിക്കുമ്പോൾ ഇതിലെ തത്വങ്ങൾ തെളിയണമെങ്കിൽ
നമ്മൾ ഉള്ളിൽ കയറ്റി വെച്ചിരിക്കുന്ന കുറേ കാര്യങ്ങൾ ഒഴിവാക്കണം. തത്വങ്ങൾക്ക് ഉള്ളിൽ കയറാനുള്ള സ്ഥലം ഉണ്ടാക്കി വെക്കണം. ക്ലിയർ ആവണ്ട പറഞ്ഞത്? അപ്പോഴേ അത് ഉള്ളിൽ കയറും. ഇത് സാധിക്കാത്തവരാണ് ഇതിനെ വിമർശിക്കാൻ നടക്കുന്നത്. അപ്പോൾ നമ്മളെപ്പോഴും ഭഗവാന്റെ അടുത്തിൽ ഒരു ഗുരുവിൻ്റെ അടുത്ത് പോകുമ്പോൾ എപ്പോഴും നമ്മൾ സ്വീകരിക്കാനുള്ള മനോഭാവമായിട്ട് അതിനുള്ള പാത്രം എന്ന് പറയും. നമ്മൾ ഗുരുവിൻ്റെ കൃപയ്ക്ക് പാത്രമാവുക എന്നാണ് പറയാം. അതിന് വേണം. പാത്രം കമഴ്ത്തി പിടിക്കാൻ പാടില്ല, അത് പുറത്തു പോകും. പാത്രം നിറച്ച് വെക്കാനും പാടില്ല, ഒറ്റൊന്നും ഉള്ളിലേക്കും പോയില്ല. സ്വീകരിക്കാനുള്ള തയ്യാറെടുപ്പോടുകൂടി വേണം പോകാൻ. കിട്ടിയതിനെ കൊണ്ടുപോയിട്ട് മനനം ചെയ്യണം. അത് ഈ മുത്തുച്ചിപ്പീനൊക്കെയാണ് ഉദാഹരണം പറയാം. മുത്തുച്ചിപ്പി കടലിൻ്റെ ഉപരിതലത്തിൽ വരും അത്ര. അപ്പോൾ വായ തുറക്കുന്ന സമയത്ത് ചിലപ്പം ഒരു മണൽ തരി അതിൻ്റെ ഉള്ളിലേക്ക് കയറും. അതെന്ത് ചെയ്യും? അടയും. അടഞ്ഞിട്ട് നേരെ കടലിൻ്റെ അടിയിൽ അവിടെ കിടക്കും. കുറേ കാലം കഴിയുമ്പം ഈ കയറിയ മണൽ തരി മുത്തായിട്ട് മാറും. അതുപോലെയാണ് നമുക്ക് ഈ കിട്ടുന്ന ഉപദേശമൊക്കെ. ഈ കിട്ടുന്ന ഉപദേശം ഇതിലെ കേട്ടിട്ട് ഇതിലെ കളയാനുള്ളതല്ല. അതിനെ ഉൾക്കൊണ്ടിട്ട് നമ്മൾ അതിനെ വീണ്ടും വീണ്ടും മനനം ചെയ്ത കടലിൻ്റെ അടിയിൽ പോകണം പറഞ്ഞു. മനനം ചെയ്യുമ്പം ഈ അറിവിൻ്റെ മുത്തുകളൊക്കെ ശരിക്കുള്ള മുത്തായിട്ട് വരും. അത്രയും വില പിടിച്ച അറിവുകൾ. അതാണ് ഭഗവത്ഗീത. ഓരോ മണൽത്തരി, ഓരോ ശ്ലോകം ഇതുപോലത്തെ ഓരോ മണൽത്തരിയാണ്. ഇത് ഓർമ്മിക്കാനുണ്ട്. 48ാമത്തെ ശ്ലോകം. നമുക്ക് സമയം 10:30 അടുത്ത ക്ലാസ്സിൽ നോക്കാം. കർമ്മണ്യേവാധികാരസ്ഥെ. ഞാനൊരു കഥയും കൂടി പറഞ്ഞു നിർത്താം. അതിപ്പോൾ പെട്ടെന്ന് ഓർമ്മ വന്നുകൊണ്ട് പറയാം. 48ാമത്തെ ശ്ലോകം അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഇത് ചിലരൊക്കെ കേട്ട കഥയാണ്, എന്നാലും ഒന്നും കൂടി പറയാം. ഒരിക്കൽ ഗരുഡൻ മഹാവിഷ്ണുവിനെ കാണാൻ വന്നു. അപ്പോൾ അന്ന് ഗരുഡന് ഡ്യൂട്ടി ഇല്ലാത്ത ദിവസമാണ്. നമ്മൾ സാധാരണക്കാരെ വർഷപ്പെട്ട മഹാവിഷ്ണു ഒന്ന് റെസ്റ്റിലാണ് മുപ്പര്. അപ്പോൾ അന്ന് ഗരുഡന് ഡ്യൂട്ടിയൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെ എന്നാലിന്ന് ഭഗവാനെ കണ്ടിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പറയാലോ എന്ന് വിചാരിച്ചിട്ട് ഗരുഡൻ മഹാവിഷ്ണുവിനെ കാണാൻ വേണ്ടി ഇങ്ങനെ വരും. മഹാവിഷ്ണുവല്ല യമരാജാവിനെ കാണാൻ വരിക. യമരാജാവിൻ്റെ അടുത്ത് വന്ന് ഒരു ഗേറ്റിൻ്റെ അടുത്ത് എത്തിയപ്പോൾ അവിടെ ഒരു മരത്തിൻ്റെ ഒരു പക്ഷി, ചെറിയൊരു പക്ഷി ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഗരുഡൻ ഈ പക്ഷി ഒന്ന് നോക്കി, എന്നിട്ട് അങ്ങനെ അകത്തേക്ക് പോയി. അപ്പം ഇദ്ദേഹം എന്ത് പറഞ്ഞു? ഓ, ഇവിടെ ഇങ്ങനെ യമരാജൻ്റെ അടുത്ത് വന്നിരിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഏറെക്കുറെ അതിൻ്റെ സമയമായിട്ടുണ്ടാവുമല്ലോ. എന്നാലും ശരി, അകത്തേക്ക് പോയി. അപ്പോൾ അകത്തേക്ക് പോയിരിക്കുന്ന സമയത്ത് സോറി കേട്ടോ, കഥ ഓർമ്മ വന്ന് ലേശം ക്യാരക്ടർ മാറിപ്പോയി. ഓക്കെ. ഈ വിഷ്ണുവിൻ്റെ അടുത്ത്, വൈകുണ്ഠത്തിൻ്റെ അടുത്ത് വിഷ്ണു ഇരിക്കണം. ഗരുഡൻ ഗേറ്റിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. എപ്പോഴും ഓർഡർ വരികയെന്ന് അറിയില്ലല്ലോ. ഈ വണ്ടിയിൽ ഡ്രൈവർ എപ്പോഴും റെഡി ആയിട്ട് ഇരിക്കണം കണ്ടില്ല, അതുപോലെ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ യമരാജാവ് വിഷ്ണുവിനെ കാണാൻ വരികയാണ്. അപ്പോൾ ഗേറ്റിൻ്റെ അടുത്തെത്തിയപ്പം ഈ കിളിയെ ഒന്ന് നോക്കി, മരത്തിൻ്റെ മുകളിലിരിക്കുന്ന കിളി. അപ്പോൾ ഗരുഡൻ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പ്രശ്നമായല്ലോ. യമരാജാവിൻ്റെ ദൃഷ്ടി പതിഞ്ഞു ഈ പക്ഷിയുടെ മുകളിൽ. അതിൻ്റെ അർത്ഥം കഥം, ഇതിൻ്റെ സമയമായി, എന്താ ഇപ്പോൾ ചെയ്യുക? യമരാജാവ് ഉള്ളിലേക്ക് കടന്നുപോയി. ഗരുഡൻ ആകെക്കൂടി അങ്കലാപ്പിലായി. എൻ്റെ മുന്നിൽ ഒരു കിളിയുടെ ജീവൻ ഇതാ നഷ്ടപ്പെടാൻ പോകുന്നു. എൻ്റെ മുന്നിൽ ദൈവം അത് കാണിച്ചു തന്നു. ഇതിനെ രക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം എൻ്റേതല്ലേ? കൺഫ്യൂഷനായി. ഒന്നിൽ രക്ഷിക്കണം, ഞാൻ രക്ഷിച്ചില്ലെങ്കിൽ ഞാൻ മരിച്ചു പോകും. അപ്പം വിചാരിച്ചു ഏതായാലും എൻ്റെ മുന്നിൽ പെട്ടു, രക്ഷിക്കേണ്ടി വരും. അപ്പോൾ അദ്ദേഹം നല്ല കാലം ഒരു പ്രാർത്ഥന ഗരുഡൻ്റെ ഉള്ളിൽ നിന്നുണ്ടായി. ഭഗവാനെ, ഞാനിതിനെ രക്ഷിക്കാൻ ആഗ്രഹിക്കുന്നു. ഇതിനെ മരിക്കാനുള്ള സമയമായി, ഞാൻ രക്ഷിക്കാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് എനിക്കറിയില്ല. ഇതിനെ രക്ഷിക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്തമാണെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് ഞാനത് ചെയ്യട്ടെ. ഇതിൻ്റെ ഫലം എന്തായാലും അവിടുത്തെ സങ്കല്പം പോലെ ഭവിക്കട്ടെ. എന്തായിരുന്നു പ്രാർത്ഥന? ഞാനിത് ചെയ്യാൻ പോകുന്നു, ഇതിൻ്റെ ഫലം അവിടുത്തെ സങ്കല്പം പോലെ ആവട്ടെ. ഇത്ര പ്രാർത്ഥിച്ച് ഗരുഡനല്ലേ, ഭയങ്കര ഫാസ്റ്റാണ്. ഈ പക്ഷിയെ എടുത്തിട്ട് ദൂരെ 1000കണക്കിന് മൈലിൻ്റെ അപ്പുറം നൈമിഷാരണ്യത്തിൽ ഒരു മരത്തിൻ്റെ പൊത്തിൽ, ചെറിയൊരു പൊത്തിൽ കൊണ്ട് ഒളിപ്പിച്ച് വെച്ചു കിളിയെ. എന്നിട്ട് പാറി ഇവിടെ വന്നിരുന്നു. എല്ലാം സെറ്റായി. അപ്പോൾ യമരാജാവ് മഹാവിഷ്ണുവായിട്ടുള്ള മീറ്റിങ്ങൊക്കെ കഴിഞ്ഞിട്ട് പുറത്തേക്ക് വരികയാണ്. പുറത്തേക്ക് ഒരു മുപ്പര് ഗേറ്റിൻ്റെ അവിടെ നിന്ന് ആ കിളീനൊന്നിങ്ങനെ നോക്കി യമരാജാവ്.
അപ്പോൾ ഗരുഡൻ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കിളി അവിടെ ഇല്ല. അപ്പോൾ യമരാജ് പോയി, അത് ശരി, നടന്നു പോയി. അപ്പോൾ ഗരുഡൻ അതിലേറെ കൺഫ്യൂഷൻ. അങ്ങോട്ട് പോയ ആൾക്ക് പ്രശ്നമില്ല, ഇങ്ങോട്ട് വരുമ്പോൾ പ്രശ്നമില്ല. അപ്പോൾ ഈ ഗരുഡൻ പിന്നാലെ ഓടിച്ചെന്നു. ഒന്ന് നിൽക്കണം മഹാരാജ്, ഒന്ന് നിൽക്കണം എന്ന്. അപ്പോൾ യമരാജ് നിന്നു. എന്നിട്ട് ചോദിച്ചു, എന്താ കാര്യം? അപ്പോൾ പറഞ്ഞു, അതെ, അങ്ങോട്ട് പോകുമ്പോൾ അവിടെ ഒരു കിളി ഇരിക്കുന്നുണ്ടായിരുന്നല്ലോ, അങ്ങ് ആ കിളിയെ നോക്കുന്നത് ഞാൻ കണ്ടു. അതെ, ഇങ്ങോട്ട് വരുമ്പോൾ ആ കിളി അവിടെ ഇല്ല, അപ്പോഴും അങ്ങ് നോക്കി, അങ്ങ് ഒന്നും മിണ്ടാതെ നടന്നു പോകുന്നു. ഇതെന്താ ഇങ്ങനെയെന്ന് എനിക്ക് മനസ്സിലായില്ല, അതൊന്ന് പറഞ്ഞു തരൂ. അപ്പം യമരാജ് പറഞ്ഞു, അത് ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ ആ കിളി അവിടെ ഇരിക്കണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു, ഇതിവിടെ ഇരിക്കേണ്ട കിളിയല്ലല്ലോ, ഇതവിടെ നൈമിഷാരണ്യത്തിൻ്റെ മരത്തിൻ്റെ പൊത്തിലിരിക്കേണ്ട കിളിയല്ലേ, ഒരു പെരുമ്പാമ്പിൻ്റെ ഭക്ഷണമാവാനുള്ള കിളിയാണല്ലോ അത്, ഇതെന്താ ഇവിടെ ഇരിക്കണേ? എന്തായാലും ഭഗവാന്റെ ഇച്ഛ എന്ന് വിചാരിച്ച് നടന്നു. തിരിച്ചു വന്നപ്പോൾ എനിക്ക് മനസ്സിലായി, പെരുമ്പാമ്പിൻ്റെ ഭക്ഷണം ആയി കഴിഞ്ഞു അത്. അപ്പോൾ ഇതാണ് സംഭവം. ഗരുഡൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്തത് എന്താണ്? പെരുമ്പാമ്പിനുള്ള ലഞ്ച് റെഡിയാക്കി കൊണ്ട് കൊടുത്തു, ഇതാ പിടിച്ചോളൂ. പക്ഷെ ഒരു പ്രാർത്ഥന അപ്പം ഉണ്ടായിരുന്നു, ഞാൻ എന്താണോ ചെയ്യുന്നത് അത് അവിടുത്തെ സങ്കല്പത്തിൻ്റെ ഭാഗമാവട്ടെ. ഇതാണ് നമ്മളുടെ ജീവിതം. നമ്മുടെ ജീവിതത്തിൽ ഓരോ കർമ്മവും നമ്മൾ എന്താണോ വിചാരിക്കുന്നത് അതായിക്കൊള്ളണം എന്നില്ല. പക്ഷെ മനസ്സിലെപ്പോഴും ഈ പ്രാർത്ഥന വേണം, ഭഗവാനെ ഞാൻ എന്താണോ ചെയ്യുന്നത്, ഞാൻ നല്ലത് ഉദ്ദേശിച്ചിട്ടാണ് ചെയ്യുന്നത്, ഇതെങ്ങനെയൊക്കെ ഉരുത്തിരിഞ്ഞ് വരുമെന്ന് എനിക്കറിയില്ല, പക്ഷേ ഇതെന്താണോ അവിടുത്തെ സങ്കല്പത്തിൻ്റെ ഭാഗമാവട്ടെ. സമർപ്പണം ഭഗവാൻ അങ്ങോട്ട് കൊടുത്തു. അപ്പം എന്താണ്, മനസ്സിൽ കുറ്റബോധം ഉണ്ടാവില്ല. ആ സൃഷ്ടി പ്രക്രിയയുടെ ഒരു ഭാഗമായിട്ട് മാറും നമ്മൾ. പെരുമ്പാമ്പിന് ഭക്ഷണം കൊടുക്കുക എന്നുള്ള ഭഗവാന്റെ സങ്കല്പം, ഗരുഡൻ്റെ പ്രവൃത്തി അതിൻ്റെ ഭാഗമായി. ആർക്കൊന്നും പറയാനില്ല, കംപ്ലൈൻറ്റ്, സിസ്റ്റം ഈസ് വർക്കിംഗ് പ്രോപ്പർലി, അങ്ങനെയല്ല പറയാം. അത് വേണ്ട വിധം സിസ്റ്റം വർക്ക്. നമ്മളെ ജീവിതത്തിൽ ഓരോ നിമിഷവും ഇത് നമുക്ക് ഓർമ്മ വരണം. എൻ്റെ കർമ്മങ്ങൾ സൃഷ്ടി പ്രക്രിയയുടെ ഭാഗമായിട്ട് ഈശ്വര സങ്കല്പത്തിൻ്റെ ഭാഗമാവട്ടെ എന്ന് നമുക്ക് ഓർമ്മ വരണം. ഇതാണ് ഈ ശ്ലോകത്തുനിന്ന് മനസ്സിലാവാണ്. കർമ്മണ്യേവാദി വളരെ പ്രധാനപ്പെട്ട ശ്ലോകമാണ്. ഒരു ബോക്സിലിട്ട് വെച്ചോളൂ, ഇത് നമ്മുടെ ജീവിതത്തിൻ്റെ വെളിച്ചമാവും ഈ ശ്ലോകം. ഓക്കെ.